നമസ്കാരം. എത്ര റെസ്ക്യൂ ഫോഴ്സിൽ നിന്ന് പാസ്സാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുത്തങ്ങ വനത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ചെക്ക് ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരെ കൂടെയാണ് എത്തിയിട്ടുള്ളത്. ചെറിയ ജസ്റ്റ് 2 സെക്കൻഡ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് മുമ്പ് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും, പല മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രവർത്തക സംഘാടക സമിതിയാണ് നമ്മുടെ നെസ്ര എന്നുള്ളത്. സാധാരണ രീതിയിൽ ഒരു റെഡ് കളർ ടീഷർട്ടായിരുന്നു ഇടാറുള്ളത്. പരിചയമുള്ളതാണ്, എല്ലാവർക്കും കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ആ റെഡ് കളർ ടീഷർട്ടുമായിട്ട് നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വനത്തിനകത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആനിമൽസിൻ്റെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ആർമീൻ്റെ കൂടെയൊക്കെ ഉള്ള റിക്കവറി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജെയ്സി നെസ്രയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും സമർപ്പിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ജെയ്സി. അപ്പോൾ ഈ ജെയ്സിയുടെ ഒരു പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് വാച്ചറായിട്ടുള്ള നമ്മുടെ ചന്ദ്രൻ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ചെക്ക് ഡാം നിർമ്മാണവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്കറിയാം, ഈ ആനകളും പുലികളും ഒക്കെ തന്നെ നാട്ടിലാണ് കൂടുതൽ. എന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ചാൽ അവർക്ക് ഭക്ഷണമോ അതല്ലെങ്കിൽ വെള്ളവും ഈ കാടിനകത്തില്ല. അപ്പോൾ നമുക്ക് കഴിയുന്നത് അവർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അവിടെ ക്രിയേറ്റിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ സൃഷ്ടിച്ച് കൊടുക്കുക. ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കി അവർക്ക് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള മറ്റു വസ്തുക്കൾ വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 1-2 ആവശ്യങ്ങളുമായിട്ട് ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജെയ്സിയുടെ പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നത്. നമ്മുടെ ചന്ദ്രൻ സാറ് കൈമാറും. നെസ്ര റെസ്ക്യൂ ഫോഴ്സിൻ്റെ ലീഡർക്ക് കൈമാറിക്കൊണ്ട് ജെയ്സിയുടെ പ്രകാശനം നിർവഹിക്കുക അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നു.